ഹായ് ഫ്രണ്ട്സ്, അനൂസ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അറബികളുടെ സ്വീറ്റായ ലുക്കൈമത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. മൈദയാണ് ലുക്കൈമത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഈസ്റ്റ്, ഡേറ്റ്സ്. ഇവിടെ ഞാൻ ഈത്തപ്പഴം തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. പിന്നെ 1 കപ്പ് നോർമൽ വാട്ടർ. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദയിലേക്ക് ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 2 കപ്പ് മൈദയ്ക്ക് 2 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒന്ന് പൊങ്ങി വരാനായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂർ വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ 1 കപ്പ് വെള്ളം മുഴുവനായിട്ടൊന്നും ലുക്കൈമത്തിന് ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഇതുപോലെ ബോൾസ് പോലെ കിട്ടണം. അതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഈത്തപ്പഴം നമ്മൾ ജ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ നമ്മളെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈത്തപ്പഴം ഒന്ന് അരിച്ചിട്ട് വേണം സിറപ്പ് ഉണ്ടാക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണത്, അല്ലെങ്കിൽ അടി പിടിച്ച് പോവും. അപ്പോൾ നമ്മൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ലുക്കൈമത്ത് ഉണ്ടാക്കുക. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് നമ്മളെ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ബോൾസ് രൂപത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളെ ലുക്കൈമത്ത് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലുക്കൈമത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. ഇതിഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.